ജീവിതത്തിൽ വിജയിക്കാൻ വലിയ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? എന്നാൽ ജെയിംസ് ക്ലിയർ എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ തൻ്റെ പുസ്തകമായ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത്, നിങ്ങൾ ഒരാളായി മാറുന്നത് നിങ്ങൾ ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളാലാണ് എന്നാണ്. ഇന്ന് അറ്റോമിക് ഹാബിറ്റ്സിൽ നിന്നുള്ള 5 പാഠങ്ങൾ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവ കൊണ്ടുവരും എന്ന വിശ്വാസത്തോടെ. അതിനു മുമ്പായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഒരിക്കലും ആ ബുക്കിന് പകരമാവില്ല. അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഈ വീഡിയോ. എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുക്ക് വായിക്കാനുള്ള പ്രചോദനം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെസൺ 1, ഫോക്കസ് ഓൺ ഐഡൻറ്റിറ്റി നോട്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധിക്കുക, ലക്ഷ്യത്തിലേക്കല്ല, റിസൾട്ടിലേക്കല്ല, പേഴ്സണാലിറ്റി വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിൽ പലരും വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട്, അല്ലേ? എനിക്കൊരു 10 കിലോ കുറയ്ക്കണം എന്ന് വിചാരിക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യും, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യും, ഓവർ ഈറ്റിംഗ് അവോയ്ഡ് ചെയ്യും, ഹെൽത്തി ഫുഡ് കഴിക്കും, ഇതൊക്കെ ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാറുമുണ്ട്. വെയിങ് സ്കെയിലിൽ 60 കിലോന്ന് 50 കിലോ അല്ലെങ്കിൽ 100 കിലോന്ന് 90 കിലോ ആയിക്കഴിഞ്ഞാൽ 10 കിലോ കുറഞ്ഞു നമ്മൾ ഹാപ്പി ആവാറുമുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ വീണ്ടും വെയിറ്റ് ഗെയിൻ എന്ന പ്രോസസ്സിലേക്ക് പോവാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആ ഫൈനൽ 10 കിലോ വെയിറ്റ് ലോസ് മാത്രമാണ് നമ്മളെ മുമ്പിൽ കാണുന്നത്. നമ്മൾ അങ്ങനെ ഒരു വ്യക്തി ആവാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായി മാറൂ എന്ന് പറഞ്ഞാൽ, ഡോണ്ട് സേ ദാറ്റ് യു വാണ്ട് ടു ലൂസ് 10 കിലോസ്. നിങ്ങൾക്ക് 10 കിലോ കുറയ്ക്കണം എന്ന് പറയാതെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ ഒരു ഹെൽത്തിയായ വ്യക്തിത്വമാണ്, ഞാൻ ഒരു ആക്റ്റീവായ വ്യക്തിയാണ്, ഞാൻ ഹെൽത്തി ഭക്ഷണം മാത്രം കഴിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യുന്ന മനുഷ്യനാണ്, ആളാണ് എന്നൊക്കെ പറയാനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ഗോൾസിലല്ലാതെ പെർമനൻറ്റ് സസ്റ്റൈനബിൾ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഒരു മനുഷ്യനായി മാറണം. അതിന് ആദ്യം വേണ്ടത് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വയത്തിനോട് ആദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീൻ, നമ്മുടെ ഡെയിലി ഹാബിറ്റ്സും ആ തരത്തിലായി മാറി ഓട്ടോമാറ്റിക്കലി. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഞാനൊരു ഹെൽത്തി ആയ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ഹാബിറ്റ്സിൽ ഹെൽത്തി ഹാബിറ്റ്സ് മാത്രമേ ഞാൻ ഫോളോ ചെയ്യൂ, അല്ലേ? ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടാവും, നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാൻ തോന്നൂ. അങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫൈനൽ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോക്കസ് ഓൺ ഐഡൻറ്റിറ്റി, ഫോക്കസ് ഓൺ ചേഞ്ചിങ് യുവർ പേഴ്സണാലിറ്റി, നോട്ട് ഓൺ യുവർ ഗോൾസ്. മനസ്സിലായോ? ലെസൺ 2, ദ പവർ ഓഫ് ടൈനി ഗെയിൻസ്, ഗെറ്റ് 1% ബെറ്റർ എവറി ഡേ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ നേട്ടങ്ങളുടെ ശക്തിയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഓവർനൈറ്റ് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടല്ല, ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 1% ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് ജെയിംസ് ക്ലിയർ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, അഥവാ നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തിൽ 1% ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ 37 ടൈംസ് ബെറ്റർ ആവാൻ പറ്റും. അതേ കാര്യത്തിൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അത് ദിവസവും 1% വെച്ച് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ, ആ വർഷം കഴിയുമ്പോഴത്തേക്കും 37 ടൈംസ് നമ്മൾ ആ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുണ്ടാവും എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്,
ഇപ്പോൾ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ് എന്ന് വിചാരിക്കുക. നമുക്കൊരു സ്റ്റേജിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ സംസാരിക്കാൻ പേടിയാണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മളിവിടെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞില്ലേ, ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു രാത്രി വെളുക്കുമ്പോൾ നമ്മൾ ഒരു ടെഡ് ടോക്കിൽ പോയി സംസാരിക്കാനല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെല്ലെ മെല്ലെ നമ്മളതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ആവശ്യം നമ്മളൊരു നല്ല പബ്ലിക് സ്പീക്കർ ആവുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് പേടിയാണ് എന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നമ്മുടെ വീട്ടുകാരുടെ അടുത്തോ നമ്മൾ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങുക. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ തുടങ്ങുക. പിന്നെ നമ്മൾ ചെറിയൊരു മീറ്റിങ്ങിൽ കുറച്ച് സംസാരിക്കാൻ തുടങ്ങുക. പിന്നെ അത് നമ്മൾ സ്വയം നമ്മുടെ സംസാരം റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുക. അതിലെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യണത്? ദിവസവും കുറേശ്ശെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ് അല്ലേ? നമ്മുടെ ആ സ്കില്ലിൽ കുറേശ്ശെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ്. ഫൈനലി ഒരു ദിവസം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് തന്നെ നമ്മുടെ റെക്കോർഡിങ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴോ നമുക്ക് തന്നെ തോന്നും, ഓ, അന്നത്തെക്കാട്ടിലും ബെറ്ററായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. ആൻഡ് വൺ ഫൈൻ ഡേ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. നിങ്ങൾ എന്താണോ പേടിച്ചിരുന്നത് അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. പബ്ലിക് സ്പീക്കിംഗ് വിൽ ബിക്കം an easy task for you. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഗെറ്റ് ബെറ്റർ അറ്റ് യുവർ ടാസ്ക് 1% എവറി ഡേ. മനസ്സിലായില്ലേ? ലെസൺ 3, മേക്ക് ഗുഡ് ഹാബിറ്റ്സ് ഈസി, ബാഡ് വൺസ് ഹാർഡ് എന്ന് പറഞ്ഞാൽ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ എളുപ്പമാക്കുക, ചീത്ത ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഡിഫിക്കൾട്ടാക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് നല്ല ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വിൽ പവറും ഡിസിപ്ലിനും വേണ്ട എന്നല്ല. പക്ഷേ ജെയിംസ് ക്ലിയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനോടൊപ്പം നിങ്ങളുടെ ചുറ്റുപാടിനെ ആ രീതിയിൽ രൂപകൽപ്പന ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ബൈ ഡിസൈൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കേണ്ട, നമുക്ക് ഹെൽത്തി ആയിരിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ വിശക്കുമ്പോൾ കിച്ചണിൽ പോയിട്ട് നമ്മൾ ഷെൽഫ് തുറന്ന് ആദ്യം തന്നെ എത്തിപ്പിടിക്കുന്നത് എന്താണ്? ഒരു ബോക്സ് ഓഫ് കുക്കീസ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിപ്സ് ആയിരിക്കും. പെട്ടെന്ന് വിശക്കുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടിനെ ഏത് തരത്തിൽ ഡിസൈൻ ചെയ്യണം? നമ്മൾ വീട്ടിൽ ജങ്ക് ഫുഡ് വാങ്ങാതിരിക്കുക, സ്റ്റോക്ക് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കുക, നട്ട്സ് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വിശക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈ നീളുന്നത് ഈ ഫ്രൂട്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അടുത്തോ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് ആ വിശപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ അതാണ് എടുത്ത് കഴിക്കുക. അപ്പോൾ ദാറ്റ് ബിക്കംസ് എ ഹെൽത്തിയർ ഓപ്ഷൻ. ഹൗ ഡിഡ് ഇറ്റ് ബിക്കം എ ഹെൽത്തിയർ ഓപ്ഷൻ? നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ ആ രീതിയിൽ ഡിസൈൻ ചെയ്തു. ഓക്കെ. സെക്കൻഡ് എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യണം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇനി ജിം ബാഗ് തപ്പണം, അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ട് ഷൂസ് എടുക്കണം, ഡ്രസ്സ് എടുക്കണം, ഇങ്ങനെയുള്ള മടി ഒഴിവാക്കി നമ്മൾ ബൈ ഡിസൈൻ, നമ്മൾ രാവിലെ എണീറ്റു, ബൈ ഡിസൈൻ, ബൈ റൂട്ടീൻ നമ്മളത് ചെയ്യണമെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമ്മുടെ ജിം ബാഗ് റെഡിയാക്കി വെക്കുക, വർക്കൗട്ട് ഡ്രസ്സും ഷൂസും റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈവൻ വിതൗട്ട് തിങ്കിങ് നമ്മൾ രാവിലെ എണീറ്റു, അതെല്ലാം എടുത്തിട്ടു, ജിം ബാഗും എടുത്ത് നമ്മൾ എക്സസൈസിന് പോയി. ഓക്കെ. സോ ദിസ് ഈസ് വൺ വേ യു ക്യാൻ ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്. ഇതാണ് ജെയിംസ് ക്ലിയർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലെസൺ 4, ദ ഹാബിറ്റ് ലൂപ്പ്. ജെയിംസ് ക്ലിയർ പറയുന്നത്, ഏത് ഹാബിറ്റ് ആയാലും ഏത് ശീലമായാലും നല്ലതായാലും ചീത്തയായാലും അത് ഫോം ആവാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്സ് ഉണ്ട്. 4 സ്റ്റെപ്പിൻ്റെ ഒരു ലൂപ്പാണ് ഈ ഹാബിറ്റ് ലൂപ്പ് ഡെവലപ്പ് ആവണത്. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 ക്യൂ അല്ലെങ്കിൽ സിഗ്നൽ, സ്റ്റെപ്പ് 2 ക്രേവിങ്, അതല്ലെങ്കിൽ ആഗ്രഹം, സ്റ്റെപ്പ് 3 റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം, സ്റ്റെപ്പ് 4 റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഈ ഹാബിറ്റ് ലൂപ്പ് ഫോം ആവണ ഈ 4 സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇരിക്കുകയാണ് ടേബിളിൻ്റെ മുകളിൽ, പെട്ടെന്ന് അതൊന്ന് ലൈറ്റ് ഫ്ലാഷായി, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നു, ഒരു ബീപ്പ് സൗണ്ട് വന്നു. അപ്പം നമ്മുടെ ബ്രെയിന് ആ സിഗ്നൽ കണ്ടു കേട്ടോ, എന്ന് പറഞ്ഞാൽ ഇവിടെ സൗണ്ട്, നോട്ടിഫിക്കേഷൻ മെസ്സേജിൻ്റെ സൗണ്ട് വന്നു, അതല്ലെങ്കിൽ ലൈറ്റ്, സ്ക്രീനിൻ്റെ ലൈറ്റ് ഫ്ലാഷായി. അതെന്താണ്? അത് നമ്മുടെ ബ്രെയിനിന് കൊടുത്ത സിഗ്നലാണ്. അതാണ് സ്റ്റെപ്പ് 1 വിച്ച് ഇസ് ക്യൂ. ഓക്കെ. ഇനി സ്റ്റെപ്പ് 2 എന്താ നമ്മൾ പറഞ്ഞ്? ക്രേവിങ്, ആഗ്രഹം. നമുക്ക് എന്താണ് പെട്ടെന്ന് ആഗ്രഹം മനസ്സിൽ വന്നത്? ഇപ്പോൾ ഫോണ് നോട്ടിഫിക്കേഷൻ വന്നു, ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന ആഗ്രഹം മനസ്സിൽ വന്നു. അതാണ് സ്റ്റെപ്പ് 2. നമ്മൾ എന്ത് ചെയ്യും? ആരാണാവോ മെസ്സേജ് ചെയ്ത്, ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആണാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന്
ഫോൺ കയ്യിലെടുക്കും. അതെന്താണ്? സ്റ്റെപ്പ് 3 റെസ്പോൺസ്, പ്രതികരണം. നമ്മൾ കയ്യിൽ ഫോൺ എടുക്കും. അപ്പോൾ നമ്മൾ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ എന്താണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യും. നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഒരു സെക്കൻഡ് ഞാനിതൊന്ന് നോക്കട്ടെ, എന്താണ് വന്നിരിക്കണതെന്ന് നോക്കട്ടെ. പക്ഷെ നമ്മൾ സ്ക്രോൾ ചെയ്ത് 15 മിനിറ്റും അതിനപ്പുറവും കടന്നു പോവും. പിന്നെ സ്റ്റെപ്പ് 4 എന്താണ്? റിവാർഡ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അപ്പോൾ ആ മെസ്സേജ് വായിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു സന്തോഷം, ഒരു ഡോപ്പമിൻ ഹിറ്റ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബോഡിയിൽ ഒരു ബയോ കെമിക്കൽ പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ലെവൽ നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ആവും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ഫോൺ കയ്യിലെടുത്തു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മെസ്സേജ് നോക്കി. അപ്പോൾ അതിൽ നിന്ന് അത് കഴിഞ്ഞ് ആ മെസ്സേജ് നോക്കി നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയി. ഓരോന്ന് കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് അതിൽ നിന്ന്, ആ പ്രോസസ്സിൽ നിന്നുണ്ടായ പ്രതിഫലം. അതാണ് 4th സ്റ്റെപ്പ് അല്ലെങ്കിൽ റിവാർഡ്. ബ്രെയിൻ തിങ്സ്, നമ്മളെ ബ്രെയിൻ എന്താണ് ചിന്തിക്കുന്നത്? വാവ്, നന്നായി, ഞാൻ ഇത് തന്നെ അടുത്ത പ്രാവശ്യം ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രെയിൻ ചിന്തിക്കാൻ കാരണം? നമ്മുടെ തലച്ചോറ് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? തലച്ചോറിന് ആ ബയോ കെമിക്കൽ റെസ്പോൺസ് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, ആ ഡോപ്പമിൻ ലെവൽ ശരീരത്തിൽ കൂടിയില്ലേ നമുക്ക് കിട്ടിയ ആ സാറ്റിസ്ഫാക്ഷൻ കാരണം, അതാണ് തലച്ചോറിന് സിഗ്നലായിട്ട് കിട്ടണത്. അപ്പോൾ തലച്ചോറ് വിചാരിക്കുന്നത് എന്താണ്? നല്ലൊരു കാര്യമാണ്, അടുത്ത തവണയും നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ സൗണ്ടോ അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റോ കാണുമ്പോൾ ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്ന് നമ്മുടെ ബ്രെയിൻ ഡിസൈഡ് ചെയ്യും. അടുത്ത തവണ വീണ്ടും നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങും. പക്ഷേ വീണ്ടും ലൈറ്റ് ഫ്ലാഷ് ചെയ്യും ഫോണിൽ, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ബീപ്പ് വരും. നമ്മുടെ ബ്രെയിൻ അത് വീണ്ടും ഫോൺ കയ്യിലെടുക്കും. ഇതാണ് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്. ഇങ്ങനെയാണ് ഫോം ആവുന്നത്. അത് ചിലപ്പോൾ നല്ല ഹാബിറ്റ് ആവാം, ചിലപ്പോൾ ചീത്ത ഹാബിറ്റ് ആയിരിക്കാം. ഇങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ആവണം എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഇനി ഈ ഹാബിറ്റ് നമുക്ക് എങ്ങനെ മാറ്റാം? ഈ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാം എങ്ങനെ പറ്റും? ചീത്ത ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണം അല്ലേ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ചേഞ്ച് ദ ക്യൂ മാറ്റൂ, സിഗ്നൽ മാറ്റൂ. ഓക്കെ, നമ്മൾ ആ സിഗ്നൽ കിട്ടിയാലല്ലേ ബ്രെയിനിന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിഗ്നൽ തന്നെ അവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ദൂരെ വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ ഇടുക. സെക്കൻഡ് എന്താണ് ചെയ്യാൻ പറ്റുക? ചേഞ്ച് ദ ക്രേവിങ്, ആഗ്രഹം, അതിനെ മാറ്റുക. എങ്ങനെ? നമുക്ക് നമ്മളോട് തന്നെ, നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ തന്നെ പറയുക, ഈ സമയം എൻ്റെ ജോലി സമയമാണ്, ഇപ്പോൾ ഞാൻ ഫോൺ കയ്യിലെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ സ്വയം വിൽ പവർ അവിടെ കാണിക്കണം. പിന്നെ മൂന്നാമത്തത് ചേഞ്ച് ദ റെസ്പോൺസ്, പ്രതികരണം മാറ്റുക. എങ്ങനെ മാറ്റാൻ പറ്റും? അതിന് പകരം നമ്മൾ ഒരു ബുക്കോ ഒരു ടു ഡു ലിസ്റ്റോ നമ്മൾ മുന്നിൽ റെഡിയാക്കി വെക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്രയോറിറ്റി ടു ഡു ലിസ്റ്റ്, ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം, അയ്യോ ഞാനിപ്പോൾ ഈ ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ ടൈം വേസ്റ്റ് ആവും. ഞാൻ ഈ ടു ഡു ലിസ്റ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുക. നമ്മുടെ പ്രതികരണം ഫോണിൽ നിന്ന് മാറിയിട്ട്, നമ്മുടെ അറ്റൻഷൻ ഫോണിൽ നിന്ന് മാറ്റിയിട്ട് ടു ഡു ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുക. 4th സ്റ്റെപ്പ് എന്താണ്? ചേഞ്ച് ദ റിവാർഡ്, പ്രതിഫലം ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തിൽ നിന്നാണ് ആ ഒരു പ്രതിഫലം കിട്ടിയത്? നമ്മൾ ആ ഫോൺ നോക്കി നമ്മളത് കണ്ട മെസ്സേജ് കണ്ട് കിട്ടിയ സന്തോഷം അല്ലെങ്കിൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനിൽ നിന്നാണ് നമുക്ക് ആ പ്രതിഫലം കിട്ടിയത് അല്ലേ? നേരത്തെ കേസിൽ ഫോൺ നോക്കിയപ്പോൾ അതേ ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് വേറെ രീതിയിലും കിട്ടും, നല്ല രീതിയിൽ കിട്ടും. എങ്ങനെ? നമ്മൾ ഉടനെ തന്നെ അവിടെ വർക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഫോൺ എടുക്കണ്ട, പക്ഷെ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു ചെറിയൊരു 5 മിനിറ്റ് മ്യൂസിക് റിലാക്സേഷൻ ടൈമോ ഒരു ഷോർട്ട് വാക്കിന് പോവുകയോ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ അവിടെ കൊണ്ടുവരിക. അതിനും അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക് കിട്ടുക. എന്ത്? അതേ ഡോപ്പമിൻ ഇൻക്രീസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ ബിഹേവിയറിലും ഏത് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ സ്നാക്കിംഗ് ആണ്, ബിഞ്ച് വാച്ചിങ് ആണ്, ടി വി നോക്കുകയാണ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഈവൻ പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നീട്ടി വെക്കുന്ന സ്വഭാവം, പ്രോക്രാസ്റ്റിനേഷൻ. ഇതിനെല്ലാം നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ലൂപ്പ് എല്ലാ സ്വഭാവത്തിലും ഈ ഹാബിറ്റ് ലൂപ്പ് ഫോം ആവുന്നുണ്ട്.
ഈ ഹാബിറ്റ് ലൂപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിമൂവ് ദ ക്യൂ, ചേഞ്ച് ദ ക്യൂ, ചേഞ്ച് ദ ക്രേവിങ്, ചേഞ്ച് ദ റെസ്പോൺസ്, ചേഞ്ച് ദ റിവാർഡ്. ഇത് നമ്മൾ തന്നെ ബോധപൂർവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചീത്ത ഹാബിറ്റ് ഫോം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ലെസൺ 5, നെവർ മിസ് ട്വൈസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആദ്യം തന്നെ പറയാം. ഇപ്പം നമ്മൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു, ഇന്ന് മുതൽ ഞാൻ രാവിലെ നടക്കാൻ പോകും, എക്സസൈസിന് പകരമായിട്ട് ഞാൻ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോവും എന്ന് നമ്മൾ തീരുമാനിച്ചു. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ നടക്കാനും പോയി. അപ്പോൾ ഒരു ഗുഡ് ഹാബിറ്റാണ് നമ്മളവിടെ ഫോം ചെയ്തത് അല്ലേ. പിന്നീട് ഏതെങ്കിലും ഒരു കാരണവശാൽ 8ാമത്തെ ദിവസം നമുക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. അതൊരു പോസിബിലിറ്റിയാണ്, അത് നമുക്കങ്ങനെ സംഭവിക്കാം. ഓക്കെ, പോയില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ 9ാമത്തെ ദിവസവും നമ്മൾ ഒരു റീസൺ കാണാൻ പാടില്ല പോവാതിരിക്കാൻ. നമ്മളൊരു ഗുഡ് ഹാബിറ്റ് ഫോം ചെയ്തത് വീണ്ടും മിസ്സ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓക്കെ ടു മിസ് വൺസ്, ബട്ട് യു ഷുഡ് നോട്ട് മിസ് ഇറ്റ് ട്വൈസ്. 2ാമത്തെ ദിവസവും നമ്മളത് ചെയ്യാണ്ടാവുമ്പോൾ നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ പോവാണ്, ഇറ്റ് ഈസ് ഓക്കെ, നമ്മൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ഒരു ഹാബിറ്റ് ഫോം ആവുകയാണ്. ആ പുതിയ ഹാബിറ്റ് നല്ലതാണോ ചീത്തയാണോ? ചീത്ത ഹാബിറ്റാണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. നമ്മുടെ ഗുഡ് ഹാബിറ്റ് എന്തായിരുന്നു? എന്നും രാവിലെ നടക്കാൻ പോവുക എന്നുള്ളതായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം മിസ്സായി, 2ാമത്തെ ദിവസവും മിസ്സായ അത് ബ്രെയിനിന് സിഗ്നലാണ്, അതൊരു ഹാബിറ്റ് ഫോമാണ്, പുതിയ ഒരു ബാഡ് ഹാബിറ്റ് ഫോം ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നെവർ മിസ് ട്വൈസ്. 2ാമത്തെ തവണ ഒരിക്കലും നമ്മുടെ ഒരു ഗുഡ് ഹാബിറ്റ് മിസ്സാവരുത്. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് തന്നെ അവയർനെസ് ഉണ്ടാവണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. വി ഷുഡ് കം ബാക്ക് ഓൺ ട്രാക്ക് ഇമ്മീഡിയറ്റ്ലി. നമ്മുടെ ബ്രെയിനിന് ഒരു ബാഡ് ഹാബിറ്റിൻ്റെ ലൂപ്പിലേക്ക് ചെന്നുപെടാൻ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി സേസ് യു നീഡ് നോട്ട് ബി പെർഫെക്റ്റ്, ബട്ട് യു മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ചെറിയ ചെറിയ ശീലങ്ങൾ, നല്ല ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വലോ പെർഫെക്റ്റ് ടൈമിങ്ങോ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ നിത്യവും ശീലിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഓക്കെ. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ 5 പവർഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് ലെസൺസ് ഈ ബുക്കിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ബുക്ക് വാങ്ങി വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെയുള്ള ബുക്ക് ലെസൺസ് ഇനിയും ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Until we see next time, happy living guys.